ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് തക്കാളിക്കറി, ടൊമാറ്റോ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് ഒരു വലിയ തക്കാളിയാണ്, ഒരു വലിയ തക്കാളി 4ആയിട്ട് അരിഞ്ഞ് 2 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചരുവത്തിൽ, ഒത്തിരി വെള്ളം വേണ്ട, കഷ്ണങ്ങൾ നികന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പും കൂടെ ഇടണേ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയ കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇത്രയും ചേർത്ത് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഒത്തിരി അധികം വെന്ത അങ്ങ് പോകണ്ട കേട്ടോ, ഒരു 1/4 വെന്താൽ മതിയേ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്, വെള്ളം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിലേക്ക് തക്കാളിയിലേക്ക് ചേർക്കുകയാണ്. അരപ്പൊക്കെ ചേർത്തു. ഇനിയും അടച്ചു വെച്ച് അല്പനേരം ഒന്ന് വേവിക്കാം. അരപ്പൊക്കെ ചേർത്തു. അതിനുശേഷം 1 കപ്പ് തൈര് മിക്സിക്കകത്ത് അടിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. അത് തിളച്ചു പോകാതെ ഇളക്കി ചൂടാക്കി എടുക്കണേ. കറി ചൂടാക്കിയെടുത്ത്, തിളയ്ക്കാൻ പാടില്ല, തിളച്ചു പോയാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചൂടാക്കി നല്ലോണക്ക് കൈവിടാതെ ഇളക്കി ചൂടാക്കിയെടുത്ത്, ഇനി താളിപ്പാണ്. കടുക് വറുത്ത് ചേർക്കണം ഇതിൻ്റെ അകത്ത്. അതിന് നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് ചൂടായപ്പോൾ, പാൻ ചൂടായതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനിയും കടുകിടാം. കടുകൊക്കെ പൊട്ടി ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കാം. ചുവന്നുള്ളിയൊക്കെ പകുതി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് അല്പം കാശ്മീരി ചില്ലി പൗഡറും അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണേ. ജീരകം പൊടിയും കൂടെ നമ്മൾ അല്പം ചേർക്കുകയെ. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഈ കറിക്ക് ഒരു മേന്മ ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ അരപ്പിൻ്റെ കൂടെ തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ജീരകം ചേർത്തിരുന്നു. എങ്കിലും നമ്മൾ അല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കറിക്കകത്തായിട്ട് ഇത് ചേർക്കുക. കടുക് വറുത്തത് നമ്മൾ കറിക്കകത്ത് ചേർത്തു. നമ്മൾ ഇളക്കത്തില്ല ഇപ്പോഴേ. ഇത് ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ചേക്കും. എന്നാലേ ആ കറിയുമായിട്ട് ഈ കടുക് വറുത്തതെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആകത്തുള്ളൂ. ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുവേ. അടപ്പ് തുറന്ന് നോക്കാവേ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നല്ല ഒരു ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഈ തക്കാളി കറി എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ ബീഫ് കറിയും തക്കാളി കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. സന്തോഷമായിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണാമേ.